ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദേശീയപാതയിൽ പെരിഞ്ഞിടത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച യുവാവ് മരിച്ചു. നേപ്പാൾ സ്വദേശിയായ നവീൻ ഗൗതമാണ് മരിച്ചത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് നൽകി അവസാനിപ്പിച്ച കൊടുങ്ങല്ലൂർ പോലീസ്. വീട്ടുകാരുമായുള്ള വിരോധത്തിലുള്ള ഒരാളെ കൊടുക്കുവാനാണ് ഇങ്ങനെ പരാതി പറഞ്ഞതെന്ന് കുട്ടി വെളിപ്പെടുത്തി. KSRTC ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുൻപും 2ാം ഗഡു 20-ാം തീയതിക്ക് മുൻപും നൽകണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാതയിൽ പെരിഞ്ഞിടത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് യുവാവ് മരിച്ചു. നേപ്പാൾ സ്വദേശിയായ നവീൻ ഗൗതം എന്ന യുവാവാണ് മരിച്ചത്. പരിക്കേറ്റ സുഹൃത്ത് നൈന മുലേലിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. രണ്ടാഴ്ചയോളമായി എടമുട്ടം പാലപ്പെട്ടിയിൽ താമസിച്ചു വരികയായിരുന്ന നേപ്പാൾ സ്വദേശിയായ നബീൻ ഗൗതം എന്ന യുവാവാണ് മരിച്ചത്. പരിക്കേറ്റ സുഹൃത്ത് നൈന മുലേലിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ഇവരോടൊപ്പം ജോലി ചെയ്തിരുന്ന മാള സ്വദേശിയാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. തെക്ക് ഭാഗത്തു നിന്ന് വന്നിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. പെരിഞ്ഞനത്തെ ലൈഫ് ഗാർഡ്സ് ആംബുലൻസ് പ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മീഡിയ ടൈം, തൃപ്രയാർ. ഒരു ദേശത്തെ മുഴുവൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഭീതിയിലാഴ്ത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് നൽകി അവസാനിപ്പിച്ച കൊടുങ്ങല്ലൂർ പോലീസ്. വീട്ടുകാരുമായി വിരോധത്തിലുള്ള ഒരാളോടുള്ള വൈരാഗ്യം മൂലം അയാളെ കൊടുക്കുവാനാണ് ഇങ്ങനെ പരാതി പറഞ്ഞതെന്ന് പിന്നീട് കുട്ടി വെളിപ്പെടുത്തുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകലിൽ കള്ളത്തരം പൊളിച്ചടുക്കി കൊടുങ്ങല്ലൂർ പോലീസ്. പുതുവത്സര ദിനത്തിൽ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ 3-അംഗ സംഘം തീരദേശ മേഖലയിലെ പ്രശസ്തമായ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബലമായി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയെന്നും നമ്പർ പ്ലേറ്റ് മാറ്റുന്നതിനായി പ്രതികളിൽ ഒരാൾ കാറിൽ നിന്നിറങ്ങിയ സമയത്ത് വിദ്യാർത്ഥി കാറിൽ നിന്നിറങ്ങി ഓടിയെന്നും മറ്റുമായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി. തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇൻസ്പെക്ടർ ബൈജുവിൻ്റെ നേതൃത്വത്തിൽ SI കാശ്യപൻ, GSI രാജൻ, GSCPOമാരായ ഗോപകുമാർ, ഗിരീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയുടെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞത്. സ്കൂളിലെയും മറ്റു ഷോപ്പുകളിലെയും CCTV ക്യാമറകളും വിദ്യാർത്ഥി പരാതിയിൽ പറഞ്ഞ കർണാടക രജിസ്ട്രേഷൻ വാഹനങ്ങളെക്കുറിച്ചും മുൻ കുറ്റവാളികളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് സംഘം വിദ്യാർത്ഥികളടക്കം പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോയതായി പറഞ്ഞ വിദ്യാർത്ഥിയുടെ മൊഴികളിൽ വന്ന വൈരുദ്ധ്യം പോലീസിനെ കുഴക്കിയെങ്കിലും കുട്ടി പറഞ്ഞ സമയവും സ്ഥലവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംഭവം നടന്നതായി പറഞ്ഞ സമയത്ത് മറ്റൊരു റോഡിലൂടെ കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ശേഖരിച്ച് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ വീട്ടുകാരുമായി വിരോധത്തിലുള്ള ഒരാളോടുള്ള വൈരാഗ്യം മൂലം ഇയാളെ കുടുക്കുവാനാണ് പരാതി പറഞ്ഞതെന്ന് കുട്ടി വെളിപ്പെടുത്തിയത്. കുട്ടി തന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച ബാഗും പോലീസിന് കാണിച്ചു നൽകി. പരാതിയുടെ നിജസ്ഥിതി അറിയുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയ വഴി കുപ്രചരണങ്ങൾ നടത്തി നിരവധി ആളുകൾ ദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്നു. അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. KSRTC ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുൻപും 2ാം ഗഡു 20-ാം തീയതിക്ക് മുൻപും നൽകണം. എല്ലാ മാസവും 10-ാം തീയതിക്കകം മുഴുവൻ ശമ്പളവും നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്താണ് പുതിയ വിധി. ശമ്പള വിതരണത്തിൽ മുൻഗണന ആവശ്യപ്പെട്ട് ജീവനക്കാർ നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയത്. എല്ലാ മാസവും 10-ാം തീയതി മുഴുവൻ ശമ്പളവും നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഇതിനെതിരെ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി KSRTC ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത്. KSRTC ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി നൽകാനും കോടതി നിർദ്ദേശിച്ചു. ആദ്യ ഗഡു ജനുവരി 10 മുതലും 2ാം ഗഡു ജനുവരി 20-നും നൽകാനാണ് നിർദ്ദേശം. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിങ്കൾ, ബുധൻ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.
പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലക്ഷദ്വീപിന് മുകളിലാണ് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത്. ചക്രവാത ചുഴിയിൽ നിന്ന് വിദർഭ വരെ ന്യൂനമർദ്ദപാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ചാലക്കുടി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ പേര് മാറും. സ്കൂളിൻ്റെ പേര് രാഘവൻ തിരുമുൽപ്പാട് സ്മാരക ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നാക്കി പുനർനാമകരണം ചെയ്തതായുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിച്ചു. വർഷങ്ങളായി SSLC പരീക്ഷയിൽ മുടങ്ങാതെ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുന്ന സ്കൂൾ കൂടിയാണിത്. ചാലക്കുടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ പേര് മാറുന്നു. സ്കൂളിന്റെ പേര് രാഘവൻ തിരുമുൽപ്പാട് സ്മാരക ഗവൺമെന്റ് സ്കൂൾ എന്നാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട വകുപ്പിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനർനാമകരണം ചെയ്ത് ഉത്തരവായത്. ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചിരുന്ന സ്കൂളിൽ പിന്നീട് പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രമാക്കി. ഇതേ തുടർന്നാണ് നഗരസഭയ്ക്ക് കീഴിലുള്ള ഈ സ്കൂളിനെ ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നാക്കിയത്. കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകി തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് പുതിയ പേരിനായി ശുപാർശ ചെയ്തത്. കലാഭവൻ മണിയടക്കം നിരവധി പ്രമുഖർ പഠിച്ചിരുന്നത് ഈ സ്കൂളിലായിരുന്നു. വർഷങ്ങളായി SSLC പരീക്ഷയിൽ മുടങ്ങാതെ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുന്ന സ്കൂൾ കൂടിയാണിത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി സുവർണഗൃഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച 5 വീടുകളുടെ കൈമാറ്റ ചടങ്ങിൽ നിന്നും പ്രതിപക്ഷത്തെ ഒഴിവാക്കിയതായി പ്രതിപക്ഷ ലീഡർ, പ്രതിപക്ഷ കൗൺസിലർമാരായ VJ ജോർജ്, TD എലിസബത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നോട്ടീസിൽ പേരച്ചടിച്ചത് കണ്ടപ്പോഴാണ് വിവരമറിയുന്നത്. പ്രതിപക്ഷത്തെ ഒഴിവാക്കി നടത്തുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. 50 വീട് പണം തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 5 വീട് പണി തീർത്തു. ഇന്നാണ് അറിയാൻ കഴിഞ്ഞത് നാളെ ഇതിന് ഒരു 10 വീടിനുള്ള തറക്കല്ലിടാൻ പോകുന്നത്. ഇന്ന് ഇപ്പോൾ പത്രക്കാർ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളെ പ്രതിപക്ഷത്തുള്ള ഒരാളെയും പോലും ഇത് അറിയിച്ചിട്ടില്ല. എന്തിനാണ് ചെയർമാൻ ഇതിന് ഭയപ്പെടണമെന്ന് എനിക്കറിയാത്തത്. കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ 45ഓളം വീടാണ് ഈ ചേരിയിൽ നിന്ന് മാറ്റി പുനരുദ്ധരിച്ചിട്ടുള്ളത്. ഒരു തർക്കം പോലും ഇല്ലാതെ നല്ല ഗംഭീരമായിട്ടാണ് എല്ലാ താക്കോൽദാനവും നടത്തിയിട്ടുള്ളത്. ഞങ്ങളാരും പ്രതിപക്ഷത്തെയും ആരും അറിയിക്കാതെ എന്തിനാണ് ചെയർമാനും കൂട്ടരും ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. കാര്യം നോക്കിയപ്പോൾ നമ്മുടെ ലാലുമോൻ്റെ ഞാൻ നോട്ടീസ് കണ്ടപ്പോൾ എൻ്റെ പേര് കീഴിലുണ്ട്, ഉള്ളിലുണ്ട്. പക്ഷേ എന്നെ അറിയിച്ചിട്ടില്ല. എന്നെയോ ഞങ്ങളുടെ പ്രതിപക്ഷത്തെ ഒറ്റ കൗൺസിലർമാരും അറിയിച്ചിട്ടില്ല. സാധാരണ ഇങ്ങനെ പൊതുപരിപാടിക്കൊക്കെ പത്രസമ്മേളനം വിളിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ആൾക്കാരെ വിളിക്കാറുണ്ട്. ഇതിനും വിളിച്ചിട്ടില്ല എന്നല്ല, മറ്റേ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പിയൂണിനോട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തോ സൂത്രങ്ങളുണ്ട്. ഈ 5 വീട് പണിതോണം അവർക്ക് ഇഷ്ടക്കാർക്ക് കൊടുക്കാൻ മാത്രമായിട്ടുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചാലക്കുടി നഗരസഭയ്ക്ക് 3 കോടി രൂപ അനുവദിച്ച് കിട്ടിയത് ഗെയിൽ പദ്ധതിയല്ലേ, ഗെയിൽ പദ്ധതിയിലെ അത് കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചതും ഉറപ്പിച്ചിട്ടുള്ളതാണ് തുകയാണത്. ഇനി നാട്ടിൽ നടന്നു. പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലെത്തിയേക്കും. ജനുവരി 17 ഗുരുവായൂരിൽ നരേന്ദ്രമോദി എത്തിയേക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് വരവ്. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേരള പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹരിപ്പാട് പോലീസ് പരിശോധിച്ചു. സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസ് ഇന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും.
ഒല്ലൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും തൃശ്ശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഡോർ പൊളിച്ച് പുറത്തെടുത്തു. ഇരുവരെയും ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി സ്വദേശി കബീർ, സഹായി നൌഫിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഒല്ലൂർ സെൻറ്ററിലെ കോട്ടക്കൽ ആയുർവേദ്യശാലയിലേക്കാണ് നിയന്ത്രണം വിട്ട വാൻ ഇടിച്ചു കയറിയത്. സീനിയർ ഫയർ ഓഫീസർ KA സുധീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ വാടക വീട്ടിൽ നിന്നും കഞ്ചാവുമായി വിദ്യാർത്ഥി പിടിയിൽ. തൃശൂർ ചേറൂർ സ്വദേശി കൃഷ്ണസ്വാഭാനം വീട്ടിൽ അശ്വിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 150 ഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി പൊതികളാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വാടക വീട് കേന്ദ്രീകരിച്ച് കുറച്ചു നാളുകളായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നിറക്കൂട്ട് 2024 സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 3 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ ഇന്നോട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവരുടെ കലാകായികമായിട്ടുള്ള കഴിവുകളെയൊക്കെ തന്നെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് മുഖ്യധാരയിലേക്കൊക്കെ തന്നെ ഈ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുകളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കാണ് നമ്മളിവിടെ ഇന്ന് പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പരിപാടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്നതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഇത് കഴിയുന്നത് വരെ ഈ ഫ്രണ്ടിലിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്മാനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രസംഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് പരിപാടികൾ ആരംഭിച്ച് ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ എല്ലാവരും പിരിയും. പിന്നെ അംഗനവാടി ടീച്ചർമാരെല്ലാവരും. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV വിനോദ്, സാജൻ കൊടിയൻ, ഡേസി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു ഷാജു, മറ്റംഗങ്ങളായ സിൽവി, രേഖ ഷാൻഡി ജോസഫ്, ജുമൈല സഗീർ എന്നിവർ സംസാരിച്ചു. മാള സെൻറ് തെരേസാസ് കോളേജ്, GTech എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. ജനുവരി 13 സെൻറ് തെരേസാസ് കോളേജിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ EJ ജോളി, CV ജോബി, CR പോൾ എന്നിവർ പങ്കെടുത്തു. മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിലെ അത്ഭുത പ്രേഗുണിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെയും തിരുനാൾ ജനുവരി 10 മുതൽ 14 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ യൂണിറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ മേഖലകളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നൊക്കെയുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ ഒന്നിച്ച് 7 മണിക്ക് എത്തിച്ചേരുന്ന ആ സമയത്താണ് നമ്മൾ പള്ളിയിൽ ആഘോഷമായിട്ടുള്ള വേസ്പര നടത്തപ്പെടുക. വേസ്പരയുടെ ആ തിരുക്കർമ്മത്തോട് കൂടിയിട്ട് പരിശുദ്ധ ഉണ്ണീശോയുടെ കൂട് തുറന്ന് രൂപം കൂട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കി പ്രദക്ഷിണമായിട്ട് ആഘോഷമായിട്ട് നമ്മൾ രൂപപന്തലിൽ പ്രതിഷ്ഠിക്കുന്ന കർമ്മമായിരിക്കും അതിനെ തുടർന്ന് നടത്തപ്പെടുക. രൂപപന്തലിൽ രൂപം വെച്ചതിന് ശേഷമായിരിക്കും പിന്നെ ഈ വർണ്ണക്കാഴ്ചകളൊക്കെ ആയിട്ട് ആകാശവിസ്മയമൊക്കെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. ജനുവരി 10 ബുധനാഴ്ച വൈകിട്ട് 5:30 തിരുനാളിന് കൊടിയേറും. 13 ശനിയാഴ്ച സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ ആഘോഷിക്കും. ഫാദർ ആൻഡോ പാണാടൻ, ഫാദർ ജോളി വടക്കൻ, ഇടവക വൈദികർ എന്നിവർ തിരുനാൾ ദിന ചടങ്ങുകൾക്ക് കാർമ്മികരാകും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ജോസ് പാലാട്ടി, VP ചാക്കോ, CB പത്രോസ്, പോൾ ജോളി, ജോയ് വർഗീസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. 3ാം വർഷവും തുടർച്ചയായി കാവ്യകളി മത്സരത്തിൽ A ഗ്രേഡ് പൊരുതി നേടി അമോഘ് M നായർ. മാള സെൻറ് ആൻ്റണീസ് HSS വിദ്യാർത്ഥിയാണ് അമോഘ്. അഷ്ടമിച്ചിറ GS HSSൽ പഠിക്കുമ്പോൾ മുതൽ തുടർച്ചയായി 3 വർഷങ്ങളായി A ഗ്രേഡ് നേടുന്നുണ്ട് ഈ പ്രതിഭ. അഷ്ടമിച്ചിറയിലെ അധ്യാപിക സ്മിത P മേനോൻ്റെയും കനറ ബാങ്ക് ഉദ്യോഗസ്ഥൻ മനോജ് K നായരുടെയും മകനാണ് അമോഘ് M നായർ. കൊടകര ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് വികസന സമിതിയുടെയും ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ഷെഫി മൂസ ചുമതലയേറ്റു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ ചളിങ്ങാട് ലീഡർ ഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS ഷുഹൈൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യാതിഥിയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ്, സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ,
ജില്ലാ സെക്രട്ടറിമാരായ നൌഫിദ മുഹമ്മദ്, VS ജിനേഷ്, DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ, CJ ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മുൻകാല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിച്ചു. ആധുനിക യുഗത്തിൽ വിജ്ഞാനം നേടാൻ പല മാർഗ്ഗങ്ങളുണ്ടെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന അറിവുകൾ മാനസിക വികാസത്തിനും കൂടി ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിനോദങ്ങളിൽ പ്രധാനമായ ഒന്ന് പുസ്തക വായനയായി മാറ്റണമെന്നും MLA E.T. ടൈസൺ പറഞ്ഞു. കയ്പമംഗലം മണ്ഡലം അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ MLA പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ UP ഹൈസ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണത്തിൻ്റെ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. എടവിലങ്ങ്, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങൾക്കായി നടത്തിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, MS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ തായ്ക്കോഡോ പരിശീലനം ആരംഭിച്ചു. 3-4 ക്ലാസ്സുകളിലെ പെൺകുട്ടികൾക്കാണ് സ്വയം പ്രതിരോധത്തിനായി 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുന്നത്. കൊടകര BRCയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പരിശീലനം കൊടകര BRC PPC സിന്ധു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്റ്റസ് MK ഡെയ്സി, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, സീനിയർ അധ്യാപിക MV ഗീത എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കായികമേളയ്ക്ക് തുടക്കമായി. പുതുക്കാട് സ്റ്റേഷൻ SHO സുനിൽ ദാസ് ഉദ്ഘാടനം ചെയ്തു. അത്ലറ്റിക് താരം ഉഷ മാണി വിശിഷ്ടാതിഥിയായിരുന്നു. വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, മാനേജർ C രാകേഷ്, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. 2 ദിവസങ്ങളിലായിട്ടാണ് കായികമേള നടക്കുന്നത്. ഇനി പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദേശീയപാതയിൽ പെരിഞ്ഞിടത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച യുവാവ് മരിച്ചു. നേപ്പാൾ സ്വദേശിയായ നബീൻ ഗൗതമാണ് മരിച്ചത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് നൽകി അവസാനിപ്പിച്ച കൊടുങ്ങല്ലൂർ പോലീസ്. വീട്ടുകാരുമായുള്ള വിരോധത്തിലുള്ള ഒരാളെ കൊടുക്കുവാനാണ് ഇങ്ങനെ പരാതി പറഞ്ഞതെന്ന് കുട്ടി വെളിപ്പെടുത്തി. KSRTC ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുൻപും 2ാം ഗഡു 20-ാം തീയതിക്ക് മുൻപും നൽകണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.